ഇനി ഇതിലേറ്റവും നല്ലത് ഈ ആദ്യത്തെ 3 ചക്രങ്ങളെ നമ്മൾ ഭൗതികമായിട്ടുള്ള ചക്രങ്ങളായിട്ട് വേണമെങ്കിൽ പറയാം. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ആത്മീയമായിട്ടുള്ള ചക്രങ്ങളായിട്ട് പറയാം. ഇതിൻ്റെ ഏറ്റവും രസം എന്താ വെച്ചാൽ ഇതൊരു ഡോറാണ് വിശുദ്ധി എന്ന് പറയുന്നത്, ത്രോട്ട് ചക്ര. അതുകൊണ്ടാണ് അതിനൊരു പേര് വിശുദ്ധി. ശുദ്ധീകരിക്കപ്പെട്ടവന് മുകളിലേക്ക് പോകാം, വിശുദ്ധിയാണ്. അപ്പോൾ നമ്മുടെ വാക്കുകൾ വിശുദ്ധമാവും. അവിടെ ഇരിക്കുന്നത് അത് ശരീരമാകമാനമുണ്ട്. നമുക്ക് എവിടെ സ്ഥാനമായിട്ട് ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ കൃത്യം ഒരു ഡോറായിട്ട് പറയാം. ഇവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് നോക്കാം, ആജ്ഞ, കമാൻഡിങ് ആണ്. പിന്നെ സഹസ്രാരം എല്ലാം ലയിച്ചു ചേർന്നൊരവസ്ഥയാണ്. ഇവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് ഇതാണ് വിശുദ്ധീകരിക്കപ്പെടുന്നു. ഇവിടുന്ന് നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടവന് മുകളിലേക്ക്. ഇതുവരെ ഇങ്ങനൊരു പ്രോസസ്സ് സാധാരണഗതിയിൽ ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ലവ് ആണ്, പ്രണയം. നമ്മൾ പ്രണയമല്ലേ. ഇപ്പം ഞാൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയല്ലേ ബുദ്ധിയാണ് നമ്മളെല്ലാം. നമ്മളെ ആരെങ്കിലും ഞാനെന്ന് പറഞ്ഞിട്ട് ഇവിടെ തൊട്ടില്ല. ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നത്. ഞാൻ